ഭദ്രമോളെ, ഭദ്രമോളോട് വഴക്കിടല്ലേ കേട്ടോ? ചേട്ടാ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ, ഞങ്ങൾ ഇപ്പൊ വരാം. ചേച്ചി വാ. ആരെയും കാണുന്നില്ലല്ലോ. ആഹാ, ഇത് ആരൊക്കെയാ? വാ അനിതേച്ചി, എന്താ രണ്ടാളും കൂടി പെട്ടെന്നൊരു വിസിറ്റ്? ഞങ്ങള് ഒരു കാര്യത്തിന് ടൗണിൽ വന്നതാ. അപ്പോ ചേച്ചിയെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. ഇരിക്കെ അനിതേച്ചി. വേണ്ട ചീരു, ഞങ്ങൾ ഉടനെ ഇറങ്ങും. അല്ല, മക്കളെവിടെ? അവര് മുറിയില്ല. വാ അങ്ങോട്ട് പോ. ആർച്ചമോളെ, ഭദ്രമോളെ, ഇതാരാ വന്നേന്ന് നോക്കി. അയ്യോ, ടെൻഷനോട് ഓടി വരുന്നതിന്റെ ഇടയില് മക്കൾ ഇവിടെ ഉള്ള കാര്യം ഓർത്തില്ലല്ലോ. ദേ ശരിയാ, വാവച്ചികൾക്ക് കൊടുക്കാൻ ചോക്ലേറ്റ് പോലും വാങ്ങിച്ചില്ല. അതൊന്നും കുഴപ്പമില്ല. ദേ മക്കളിപ്പോ അവരുടെ അച്ഛൻ വാങ്ങിക്കൊണ്ടുവന്ന് ചോക്ലേറ്റ് കഴിച്ചോണ്ടിരിക്കല്ലേ. ആണോടി ചക്കരെ? ആന്റി ഇനി വരുമ്പോ ഒരുപാട് ചോക്ലേറ്റ് വാങ്ങിച്ചോണ്ട് വരാട്ടോ. അല്ല, വേറെ ആരും ഇവിടെ ഇല്ലേ ചീരു? ഇല്ല, വിനയേട്ടനും അമ്മയും അങ്കിളും കൂടി ഒരു ഷോപ്പിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോയിരിക്കുക. അല്ല അനിതേച്ചി, എന്താ ടെൻഷനോട് ഓടി വരിക എന്ന് പറഞ്ഞേ? അല്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യമായിട്ട് വന്നാണോ? ചേച്ചി ചേച്ചി ഒന്നിങ്ങ് വന്നേ, ഒരു കാര്യം പറയാൻ. എന്താടി? വാ, ഒരു കാര്യം പറയാനുണ്ട്. എന്താടി? എന്താ ചേച്ചി? അതെ ചേച്ചി, വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താ പറ. നമുക്ക് തറവാട്ടിൽ നിന്ന് കിട്ടിയ ആഭരണങ്ങളില്ലേ, അത് പ്യൂരിറ്റി കുറഞ്ഞ ആഭരണങ്ങളാ. അത് വാങ്ങിക്കാൻ പോലും ആരും തയ്യാറാവില്ല. പണ്ട് കാലത്ത് ചെമ്പ് ചേർത്തുണ്ടാക്കുന്ന ആഭരണങ്ങളാണത്രേ. ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞേ? പണ്ട് കാലത്തെ ആഭരണങ്ങൾക്ക് ഇന്നും മോഹവിലയാ. അതിന്റെ ഡിമാൻഡ് നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. അതൊക്കെ എനിക്ക് അറിയാം ചേച്ചി. ഇത് പക്ഷെ അങ്ങനെയല്ല. പണ്ടത്തെ കാലത്ത് തനി തങ്കത്തിൽ തീർത്ത ആഭരണങ്ങൾക്ക് ചേച്ചി പറഞ്ഞ പോലെ വലിയ ഡിമാൻഡൊക്കെയാ. പക്ഷേ ഇത് ആ ഗണത്തിൽപ്പെട്ടതല്ല ചേച്ചി. അതെ ചീരു, ദയ ആ സ്വർണം വീട്ടിൽ കൊണ്ടുവന്നപ്പോഴേ ധനേട്ടൻ പറഞ്ഞത് അത് മാറ്റു കുറഞ്ഞ സ്വർണ്ണമാണെന്ന്. അയ്യോ, ഇപ്പൊ ഞങ്ങള് സ്വർണ്ണപ്പണിക്കാരനെ കാണിച്ചപ്പോ അയാൾ ഉരച്ചു നോക്കിയിട്ട് പറഞ്ഞത് ഇത് പഴയ കാലത്തെ സ്വർണ്ണാഭരണമാണല്ലോ. തറവാട്ടിലെ പഴയ ഉരുപ്പടിയാ. ഇതിന് മാറ്റ് തീരെ കുറവാണ്. ഇത് ഉരുക്കി പുതിയതുണ്ടാക്കാൻ നോക്കിയാൽ അധികം സ്വർണ്ണമൊന്നും കിട്ടില്ല. ഈശ്വര, അയാൾ പറഞ്ഞത് സത്യമാണെങ്കിൽ അത് വലിയ പ്രശ്നമാവുമല്ലോ. ചേച്ചി എന്താ അത് പിന്നെ ദേ എന്താ കാര്യം പറ ചേച്ചി. പറയാം.